അമേരിക്കയും ഇസ്രായേലും ഇറാനുമായി നടത്തുന്ന യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഗെയിം തിയറി ഉപയോഗിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഗെയിം തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ബിസിനസ് ആവട്ടെ, കളിയാവട്ടെ, യുദ്ധമാവട്ടെ, അതിന് ചില സ്ട്രാറ്റജീസ് ഉണ്ടാവും അല്ലേ? നമുക്ക് അമേരിക്ക വിയറ്റ്നാം യുദ്ധം എടുക്കാം. അമേരിക്ക വളരെ പവർഫുൾ ആണ്. വിയറ്റ്നാം വളരെ ഒരു ചെറിയൊരു രാജ്യം, അധികം ആയുധങ്ങളൊന്നും ഇല്ലാത്ത. എന്നാൽ അമേരിക്ക അവസാനം യുദ്ധം നിർത്തി പോകേണ്ടി വന്നു. എന്താണ് റീസൺ? രണ്ട് തരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. ഒന്ന് ഫൈനൈറ്റ് ഗെയിംസ് ആണ്, രണ്ട് ഇൻഫൈനൈറ്റ് ഗെയിംസ് ആണ്. അപ്പൊ നമുക്കൊരു ചെസ് എടുക്കാം, അല്ലെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് എടുക്കാം. ഇതൊക്കെ ഫൈനൈറ്റ് ഗെയിംസ് ആണ്. അതായത് ഇതിനൊരു എൻഡ് ടൈം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു വിന്നർ ഉണ്ടാകും, അല്ലെങ്കിൽ സമനിലയാകും അല്ലെ? ഇവിടെ അമേരിക്ക കളിക്കുന്നത് ഫൈനൈറ്റ് ഗെയിമാണ്. അതായത് അമേരിക്കക്ക് ഇറാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയൊരു സമയം കൊണ്ട് റെജീം ചേഞ്ച് വേണം. ഇതാണ് അമേരിക്ക ആദ്യം പറയുന്നത് അല്ലെ? ആ റെജീം ചേഞ്ച് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് അവർക്ക് സൈനികർക്ക് വീട്ടിൽ പോകണം. അതാണ് അമേരിക്കയുടെ ആവശ്യം എന്നുള്ളത്. എന്നാൽ വിയറ്റ്നാം കളിച്ചത് ഇൻഫൈനൈറ്റ് ഗെയിമാണ്. കാരണം വിയറ്റ്നാമിന് തോറ്റിട്ട് പോകാൻ ഒരു സ്ഥലമില്ല. അവർക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളത് അവരുടെ എന്താ പറയാ, അത് ചെയ്തേ പറ്റുള്ളൂ അവർക്ക്, റൈറ്റ്? അവർ ഇൻഫൈനൈറ്റ് ഗെയിമിലാണുള്ളത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? അവര് ഗറില്ല വാർഫെയർസ് അവർ ഉപയോഗിക്കുന്നു, എങ്ങനെയും തോൽക്കാതിരിക്കാൻ നോക്കുന്നു, റൈറ്റ്? ഇവിടെ ഇറാനും ഒരു ഇൻഫൈനൈറ്റ് ഗെയിമിലാണുള്ളത്. ഓക്കെ, അതായത് ഈ കളിയിലെ രണ്ട് പ്ലേയേഴ്സും രണ്ട് തരം ഗെയിമാണ് കളിക്കുന്നത്. അതായത് ഒരു ഫുട്ബോൾ മാച്ച് പോലെയോ ക്രിക്കറ്റ് മാച്ച് പോലെയോ ഇന്ന സമയം കൊണ്ട് തീരുന്ന ഒരു ഗെയിം അല്ല. US സംബന്ധിച്ചിടത്തോളം ആണ് ഇത് ഫൈനൈറ്റ് ഗെയിമാണ്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻഫൈനൈറ്റ് ഗെയിമാണ്, റൈറ്റ്? അപ്പൊ ഇൻഫൈനൈറ്റ് ഗെയിമില് അവിടെ പ്രത്യേകതകൾ നിങ്ങൾ നോക്കൂ. അതായത് ഒരു ഷഹീദ് ഡ്രോണിന് മേ ബി $10,000 ചെലവാകുമ്പോൾ അതിനെ നശിപ്പിക്കാനുള്ള ഒരു ബോംബറിന് ഏകദേശം $2 lakh ആണ് എന്ത് ചെയ്യുന്നത്, ചെലവാകുന്നത്. അതായത് ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഒരു ചെറിയ ഡ്രോണിനെ നശിപ്പിക്കാൻ അമേരിക്കക്ക് വേണ്ടത്. ഇത് ഇൻഫൈനൈറ്റ് ഗെയിം കളിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇവർക്ക് ഗെയിം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ്. അമേരിക്കക്കും എത്രയും പെട്ടെന്ന് തീർക്കണം. ഈ ഇൻഫൈനൈറ്റ് വേഴ്സസ് ഫൈനൈറ്റ് ഗെയിംസ് വരുമ്പോഴൊക്കെ എത്ര പവർഫുൾ ആണ് എനിമി എന്നുണ്ടെങ്കിലും ഇൻഫൈനൈറ്റ് ഗെയിംസ് കളിച്ചവർക്ക് ഒരു അഡ്വാൻറ്റേജ് കാണാൻ സാധിക്കും. ഇപ്പോൾ US അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ സംഭവിച്ചത് ഇതേ കാര്യമാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാനില് താലിബാനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് US യുദ്ധം തുടങ്ങിയത്. ഇപ്പൊ ആരാണ് ഭരണത്തിലുള്ളത്? ഒരു താലിബാൻ തന്നെയാണ്. സോ അൾട്ടിമേറ്റ്ലി സ്പീക്കിംഗ് ഇവിടെ US വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അത് അവരുടെ മൈൻഡ് സെറ്റ് ആണ്. അവർ കളിക്കുന്ന ഫൈനൈറ്റ് ഗെയിമാണ് പ്രശ്നം. എന്നാൽ ഈ യുദ്ധത്തില് ഇതൊരു വിൻ വിൻ ഗെയിമാണോ? അല്ല. ഇതൊരു വിൻ ലോസ് ഗെയിമാണോ? അല്ല. ഇതൊരു ലോസ് ഗെയിമാണ്. ഇവിടെ രണ്ട് കൂട്ടർക്കും ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടപ്പെടുന്നു, അവർക്കതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുന്നു, അവരുടെ എക്കണോമി താഴോട്ട് പോകുന്നു. യുഎസിനും അവരുടെ എക്കണോമിയെ ഇത് ബാധിക്കുന്നു. അവര് ഒരു ലോങ് ടേം ഒരു സ്ട്രെസ്ഫുൾ റിലേഷൻ അവരുടെ ആളുകൾക്ക് ഇത് മൂലം ഉണ്ടാകുന്നു. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഗെയിം തിയറി വെച്ചുള്ള ഒരു അനാലിസിസ്?